അപ്പം ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കൊമേഴ്സിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ CS? അതായത് കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, സയൻസ് വന്നവർക്ക് കുറച്ചും കൂടെ ബേസ് വേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇത് മെജോറിറ്റി സബ്ജക്റ്റും ലോ ആയിരിക്കും. അതായത് എക്കണോമിക് ആൻഡ് ലേബർ ലോ, സെക്യൂരിറ്റീസ് ലോ, സെറ്റിംഗ് അപ്പ് കമ്പനി ലോ, അതൊക്കെ നമുക്കൊരു കഥ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. അതായത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനേ പറ്റുള്ളൂ. അതായത് നിയമങ്ങൾ ഒരിക്കലും നമുക്ക് കാണാതെ പഠിക്കാനോ അതല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റില്ല. നമ്മൾ എന്താണത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താണ് സെക്ഷൻസ്, എന്താണ് റൂള്, അങ്ങനെ പഠിക്കാം. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടും എനിക്ക് മനസ്സിലായ കാര്യം, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ സബ്ജക്ട് റിലേറ്റഡ് യാതൊരു നോളജ് ഉണ്ടാവില്ല. അവർ പഠിക്കുക ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരിക. കുറച്ചും കൂടി അവർ പാനിക് ആയിരിക്കും. അതായത് അവർ കുറച്ചും കൂടി എഫേർട്ട് ഇടും. നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട്സ് അറിയാം, എക്കണോമിക്സ് കുറച്ചറിയാം, മാനേജ്മെന്റ് കോഴ്സുകൾ ഇപ്പോൾ ബിസിനസ് മാനേജ്മെന്റ് എനിക്ക് കുറച്ചറിയാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇടുന്ന എഫേർട്ട് കുറവായിരിക്കും. അതുകൊണ്ടാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുകാർ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നത്. അതായത് അവര് ഒന്ന് പാനിക്കായിരിക്കും, ഈ സബ്ജക്റ്റും അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. നമ്മൾക്ക് ഇവിടെ ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ വരുന്നെങ്കിൽ അക്കൗണ്ട്സ് ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കും, അക്കൗണ്ട്സ് അറിയായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് അറിയായിരിക്കും. പിന്നെ സബ്ജക്ട് വൈസ് എല്ലാ സബ്ജക്റ്റും ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കും. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് എപ്പോഴും.